السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأسروا واستكبروا استكبارا. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യ 20 നോമ്പുകൾ പിടിച്ചു വീട്ടുവാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നോമ്പിലും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മൾ അവസാനത്തെ 10ലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 21ാമത്തെ രാവാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിരുന്നു, അവസാനത്തെ 10 നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ആ ഉടുത്തിരിക്കുന്ന ആ ഉടുമുണ്ട് ഒന്ന് മുറുക്കി കൊടുക്കണം. അതായത് നീ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കർമ്മങ്ങളിൽ നമ്മൾ സജീവമാകേണ്ടതും അതിന് പ്രത്യേകം കൂലിയുണ്ട്. എന്താണ്? അവസാനത്തെ 10 നമ്മൾ എന്ത് പ്രതീക്ഷിക്കാനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലൈലത്തുൽ ഖദ്ർ. എന്താണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത? 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി. അപ്പൊ ആ ഒരു രാത്രി ചെയ്ത സൽക്കർമ്മങ്ങൾക്കെല്ലാം 1000 മാസങ്ങളോളം ചെയ്ത ഒരു കൂലി അള്ളാഹു ഗ്യാരണ്ടി തന്നതാണ്. അപ്പം അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ഈ ഒരു ഇന്ന് 21ാം രാവ്. ഒറ്റപ്പെട്ട രാവുകളിൽ, അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള രാവുകൾ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് ആ ഒരു രാവ് ഹയാത്താക്കാൻ നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ഒരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്രം വരെ നമ്മൾ പറഞ്ഞു നിന്നതാണ്. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചാണ് ഇന്ന് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ 950 വർഷം ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. ഇപ്പൊ ഖുർആനിലെ പല സൂറത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ സൂറത്ത് ഹൂദിലാണ് ഏറ്റവും അധികം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമുക്ക് അതുപോലെ തന്നെ സൂറത്ത് അഅറാഫിലും സൂറത്ത് യൂനുസിലും സൂറത്ത് നൂഹിലും സൂറത്ത് ഖമർ, അങ്ങനെ പല സൂറത്തുകളിലും ആ ഒരു ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആ 10ാമത്തെ തലമുറയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനായി വരുന്നത്. അപ്പം ആദം നബി അലൈഹി ഇസ്ലാമിന് 40 മക്കളാണെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ അത് 20 പ്രസവത്തിൽ നിന്ന് 40 മക്കൾ. അപ്പൊ അതിലൊരാൾ വധിക്കപ്പെട്ടു. ആരായിരുന്നു? ഹാബീൽ വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പകരമായിട്ട് ഷീസ് നബി അലൈഹി ഇസ്ലാമിനെ നൂഹ് നബി ഇസ്ലാമിന് മകനായി ലഭിക്കുകയാണ്. 21ാമത്തെ പ്രസവത്തിലൂടെ 41ാമത്തെ മകനായ ഷീസ് നബി അലൈഹി ഇസ്ലാം. പിന്നീട് വന്നതാണ് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം. അപ്പൊ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ പേരക്കുട്ടിയാണ് ആര്? നൂഹ് നബി അലൈഹി ഇസ്ലാം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ നസബ് എന്ന് പറയുന്നത് നൂഹ് ഇബ്നു ലാമിഖ് ഇബ്നു മുതവശ്ശഖ് ഇബ്നു ഖനൂഖ്. ഖനൂഖ് എന്ന് പറയുന്നത് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ ആ ഒരു ഓർഡർ എന്ന് പറയുകയാണ്. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ ആ ഒരു പരമ്പര നിലനിന്നത് ഷീസ് നബി അലൈഹി ഇസ്ലാമിന്റെ ആയിരുന്നു. ആ ഷീസ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായിരുന്നു അനൂഷ്. അനൂഷിന്റെ മകൻ ഖിനാൻ, അവിടെ നിന്ന് മഹ്ലൽ, അത് കഴിഞ്ഞ് യാർദ്, അത് കഴിഞ്ഞ് ഖനൂഖ് അല്ലെങ്കിൽ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം. അപ്പൊ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് മുതവശ്ശഖ്. ആ മുതവശ്ശഖിന്റെ മകനാണ് ആര്? ലാമഖ്.
ലാമത്തിന്റെ മകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. അങ്ങനെ 10ാമത്തെ തലമുറ, ആദം നബി അലൈഹി ഇസ്ലാം മുതൽ 10ാമത്തെ തലമുറയായിട്ടാണ് ആര് വരുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്നത്. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ച സ്ഥലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കൂഫയിലാണ്, ഇറാഖിലെ കൂഫയിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചത് എന്നാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അഭിപ്രായം ഇന്ത്യയിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചതെന്ന്. അപ്പൊ കാരണമായിട്ട് വ്യക്തമായി ഖുർആനിൽ ആ സ്ഥലം പ്രതിപാദിക്കുന്നില്ല. ഇപ്പൊ ഹദീസിലോ പ്രത്യേകമായ ഒരു സ്ഥലം പറയപ്പെടുന്നത്. അപ്പൊ റിവായത്തുകൾ, ഓരോ സഹാബിമാരുടെ റിവായത്തുകൾ നമുക്ക് ലഭിച്ച അടിസ്ഥാനത്തിൽ പറയണം. അതുപോലെ തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് നൂഹ് നബി അലൈഹി ഇസ്ലാം ദിമഷ്കിലാണ് ജനിച്ചത്, അതായത് ദമസ്കസ്. അപ്പൊ താബിഈ പണ്ഡിതൻ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നൂഹ് നബി അലൈഹി ഇസ്ലാം ഷാമിലാണ് താമസിച്ചത്. അപ്പൊ അങ്ങനെ 4 അഭിപ്രായങ്ങളാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചു വളർന്ന നാടിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത്. ഒരു കുടുംബ പശ്ചാത്തലം നമുക്ക് നോക്കുകയാണെങ്കിൽ നൂഹ് നബി ഇസ്ലാമിന് 4 മക്കളായിരുന്നു. അപ്പൊ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂഹിന് 3 മക്കൾ അഥവാ മുസ്ലിമായ 3 മക്കളും ഒരു മകൻ കാഫിറാണ് എന്ന രീതി. അപ്പം ആ 4 മക്കള് സാം, ആ സാമാണ് അറബികളുടെ പിതാവ്. അതുപോലെ തന്നെ ഹാം, ആഫ്രിക്കക്കാരുടെ പിതാവായത് ഹാമാണ്. അതുപോലെ തന്നെ യാഫിസ്, തുർക്കികളുടെ പിതാവാണ്. അപ്പൊ അതിലാണ് യജൂജ് മഅജൂജ് എന്ന ആ യാഫിസ് എന്ന മകന്റെ പരമ്പരയിലാണ് യജൂജ് മഅജൂജ് ഒക്കെ കടന്നു വരുന്നത്. അതുപോലെ തന്നെ കനാൻ, ആ 4ാമത്തെ മകൻ കാഫിറായിരുന്ന ആ കപ്പലിൽ കയറി കപ്പൽ പോകുന്ന സമയത്ത് മുങ്ങി മരണപ്പെട്ട ഒരു മകനെ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം ആ ഒരു മകനായിട്ട് പറയപ്പെടുന്നത് കനാനാണ്. അപ്പൊ നൂഹ് നബി ഇസ്ലാമിന്റെ ഭാര്യ, ചരിത്രത്തിൽ ആ ഒരു പേര് കാണാൻ കഴിയുന്നത് വാലിഹ അല്ലെങ്കിൽ വാദല എന്നാണ്. ഇപ്പൊ ഖുർആൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ കുറിച്ചും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ കുറിച്ചും അള്ളാഹു കാഫിറുകൾക്ക് ഉപമിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ നല്ല 2 അടിമകളുടെ കീഴിലായിരുന്നു. പക്ഷെ ആ 2 പെണ്ണുങ്ങളും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു, അഥവാ ആ ഒരു കുഫറിന്റെ ഒരു വഞ്ചന നടത്തി. അപ്പൊ ദീനിന്റെ വിഷയത്തിലാണ് അവർ വഞ്ചിച്ചത്. അപ്പൊ അവർ കാഫിറുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു കാര്യവും അവർക്ക് കിട്ടുകയില്ല, അവർ നരകത്തിൽ പ്രവേശിക്കാൻ അവരോട് കൽപ്പിക്കപ്പെടുമെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. അപ്പൊ അതാണ് ഒരു കുടുംബ പശ്ചാത്തലം. നൂഹ് നബി ഇസ്ലാമാണ് മനുഷ്യരിൽ വന്ന, ഈ ഭൂലോകത്ത് വന്ന ആദ്യത്തെ റസൂൽ. അതിനു മുമ്പ് ആദം നബി ഇസ്ലാം ഉണ്ടായിരുന്നു, പിന്നീട് വന്ന ഷീസ് നബി, ഇദ്രീസ് നബി. അപ്പൊ ഇവർ 3 പേരും നബിമാരാണ്. പക്ഷെ ആദ്യത്തെ റസൂലായിട്ട് വന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമാണ്. അപ്പൊ ഈ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നബി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് തർബിയത്ത് കൊടുക്കലാണ് നബിമാരുടെ ദൗത്യം. അതേസമയം റസൂലുകൾ വരുന്നത് ഒരു പുതിയൊരു ശരീഅത്ത്, ആ ശരീഅത്ത് പകർന്നു നൽകാൻ, എന്നിട്ട് ആ ശരീഅത്തിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നതാണ് റസൂലിന്റെ ദൗത്യം. ഇപ്പം ഭൂലോകത്ത് വന്ന ആദ്യത്തെ റസൂലായിട്ട് ഉള്ളത് നൂഹ് നബി അലൈഹി ഇസ്ലാമാണ്. അപ്പൊ ഷഫാഅത്തിനെ സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘമായ ഒരു ഹദീസിൽ മഹ്ശറയിൽ എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്തിനായി ഓരോ പ്രവാചകനെയും സമീപിക്കുമ്പോൾ നൂഹ് നബിയുടെ അടുക്കലേക്ക് വരുമ്പോൾ പറയും, യാ നൂഹ് അന്ത അവ്വലുർ റസൂൽ, അപ്പൊ താങ്കളാണ് ആദ്യത്തെ റസൂൽ. നൂഹ് നബി അലൈഹി ഇസ്ലാം ആദം നബി ഇസ്ലാമിന്റെ 10ാമത്തെ തലമുറയിൽ റസൂലായി വരികയാണ്. പിന്നെ ഖുർആൻ പരിചയപ്പെടുന്നത് നൂഹ് നബി ഇസ്ലാമിന്റെ ആ ഒരു ദഅവത്തിനെ കുറിച്ചാണ്. അപ്പൊ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. പ്രധാനമായും ദഅവത്ത് ചെയ്തത് ഇബാദത്തില്ലാഹി വഹദ, ആ തൗഹീദിലേക്കാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ദഅവത്ത് ചെയ്തത്. അപ്പൊ അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നതിലേക്ക്. മറ്റുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറയുമ്പോൾ അവർ തൗഹീദിലേക്ക് ദഅവത്ത് നടത്തും. അപ്പൊ അതിന്റെ കൂടെ ആ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ആ വിപത്തിനെതിരെ അവർ ദഅവത്ത് നടത്തും. ഉദാഹരണത്തിന് ഷുഐബ് നബി അലൈഹി ഇസ്ലാം അളവിലും തൂക്കത്തിലും കൃത്യം നടത്തുന്ന അതായിരുന്നു. അതുപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം ആ ലിവാത്തത്തിനെതിരെയായിരുന്നു, ആ സ്വർഗ്ഗത്തിനെതിരെയായിരുന്നു. പക്ഷെ നൂഹ് നബി അലൈഹി ഇസ്ലാം നടത്തിയത് തൗഹീദിലേക്ക് മാത്രമായി. കാരണം അന്ന് സമൂഹത്തിൽ വേറൊരു വിപത്തും ഉണ്ടായിരുന്നില്ല. അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ് ഷിർക്കായിരുന്നു. കാരണം പിശാച് മനുഷ്യർക്കെതിരെ ശത്രുവായി പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായിട്ട് മനുഷ്യരിലേക്ക് കൊണ്ടുവന്നത് ഷിർക്കായിരുന്നു. പിശാചിനെ മറ്റേതെങ്കിലും വിപത്ത്, ഒരു മോഷണം, അതുപോലൊരു തിന്മ മനുഷ്യരിലേക്ക് ഇൻജക്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ പക്ഷെ മനുഷ്യരെ അതിലേക്ക് നയിക്കുകയാണ്. പക്ഷെ അടിസ്ഥാനമായിട്ട് പിശാച് മനുഷ്യരെ തിരിച്ചത് ആ ഒരു ഷിർക്കിലേക്കാണ്. അപ്പൊ 950 വർഷം ദഅവത്ത് നടത്തിയ പ്രവാചകനെതിരെ ആ ഒരു സമൂഹം തിരിച്ചു പറഞ്ഞത് ഇന്നാ ലനറാക ഫീ സഫാഹ, നൂഹേ
നാം നിന്നെ കാണുന്നത് വെറും വിഡ്ഢിയായിട്ടാണ്. നൂഹ് നബി തിരിച്ചു പറഞ്ഞു, യാ ഖൗമി ലൈസ ബി സഫാഹ, സമൂഹമേ എനിക്ക് വിഡ്ഢിത്തമില്ല, ഞാൻ വിഡ്ഢിയല്ല, പക്ഷെ ഞാൻ റസൂലും മുബീനുമാണ് എന്ന് ആ ഒരു ജനതയോട് നൂഹ് നബി അലൈഹി സ്വലാം തിരിച്ചു പറയുക. അപ്പൊ നേതാക്കന്മാർ സമൂഹത്തോട് പറഞ്ഞു, ആ ഒരു സാഹചര്യത്തിലുണ്ടായ നേതാക്കന്മാർ ആ ഒരു സമൂഹത്തോട് തന്നെ പറയുകയാണ്, നൂഹിന്റെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ ഒഴിവാക്കരുത്. ആ ഒരു കാലഘട്ടത്തിൽ ഇലാഹാക്കി അവർ കൊണ്ടു നടന്നിരുന്നത് വദ്, സുആദ്, യഗൂസ്, യഊഖ്, നസ്ർ എന്നീ ഈ ഒരു 5 ഇലാഹുകളെ അവർ ഒഴിവാക്കരുതെന്ന നേതാക്കന്മാർ ആ ജനതയോട് പറയുകയാണ്. അപ്പൊ അവർ നൂഹ് നബിയുടെ ആ പരിഹസിക്കുകയും സാധാരണ മനുഷ്യനായി കാണുകയും ചെയ്യുകയാണ്. അവസാനം അവർ സ്വരം മാറ്റി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നൂഹ് നബി ഇസ്ലാം. നൂഹേ, നീ ഈ ദഅവത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞോടിക്കും ഈ നാട്ടിൽ നിന്ന്. പക്ഷെ നൂഹ് നബി ഇസ്ലാം തന്റെ ജനതയോട് ആ ദഅവത്ത് തുടർന്നു കൊണ്ടേയിരുന്നു. എന്നാൽ അവർ അദ്ദേഹത്തെ അങ്ങനെ എറിഞ്ഞോടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. നൂഹ് നബി ഇസ്ലാം പിന്നെയും തുടർന്നു വരിക. അങ്ങനെ നിരാശനായ 950 വർഷം ദഅവത്ത് ചെയ്തു. പക്ഷെ ആകെ കിട്ടിയത് 80 ആളുകളെയാണ് വിശ്വാസികളായി മാറ്റാൻ നൂഹ് നബി ഇസ്ലാമിന് സാധിച്ചത്. അപ്പൊ അതിൽ സ്വന്തം ഭാര്യയുമില്ല, ഒരു മകനുമില്ല. അവസാനം നിരാശനായിട്ട് നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല യാ റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, അല്ലാഹുവേ ഞാൻ എന്റെ സമൂഹത്തെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അവരെ ക്ഷണിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, പക്ഷെ ഈ ഞാൻ ക്ഷണിക്കുമ്പോഴൊക്കെയും അവർ എന്നിൽ നിന്ന് വിദൂരത്തോട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ അടുക്കലേക്ക് അടുക്കുന്നില്ല അവർ. വഇന്നി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിയഹും ഫീ ആദാനിഹിം, അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി നിന്നിലേക്ക് ഞാൻ അവരെ ക്ഷണിച്ചപ്പോൾ അവർ അവരുടെ കൈവിരകൾ ചെവിയിലേക്ക് താഴ്ത്തി ഇറക്കി എന്റെ ആ ശബ്ദം കേൾക്കാതിരിക്കാൻ, എന്റെ ആ ദഅവത്ത്, എന്റെ ക്ഷണം കേൾക്കാതിരിക്കാൻ അവരിങ്ങനെ ചെയ്തു. വസ്തഗ്ശൗ സിയാബഹും, എന്നെ കാണുമ്പോൾ അവർ തലയിൽ മുണ്ടിട്ട് മുഖം മറച്ച് ഓടുന്ന ഒരു അവസ്ഥയിലായി. ആരും എന്നെ കേൾക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്നെ കാണുമ്പോഴൊക്കെ എന്റെ സമൂഹം എന്നിൽ നിന്നും ഓടി അകലുകയാണ്. വസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അള്ളാഹു അവർ ഉറച്ചു നിൽക്കുന്നു, അവർ അഹങ്കാരികളായിരിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറ, ഞാൻ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ അവരോട് ദഅവത്ത് നടത്തി. സുമ്മ ഇന്നി അഅലന്തു ലഹും വഅസ്റർതു ലഹും ഇസ്റാർ, അപ്പൊ ആരും കേൾക്കാതെ ഓരോരുത്തർ പോയി ഞാൻ നേരിട്ട് കണ്ടു. ഇപ്പൊ മൊത്ത സമൂഹത്തിനോട് ഞാൻ സംസാരിച്ചു. അതിനപ്പുറം ഓരോരുത്തരുടെയും വീട്ടിൽ പോയി അവരെ രഹസ്യമായിട്ട് ഞാൻ കണ്ടു. പക്ഷെ അദ്ദേഹം അവരോട് പല കുറി പറഞ്ഞു നോക്കി, ഇപ്പൊ നിന്നിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ, അത് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ നൂഹ് നബി ഇസ്ലാം പല രീതിയിൽ പറഞ്ഞു നോക്കി. നീ ഗഫാറാണ്, നീ എല്ലാം മാപ്പാക്കി സ്വീകരിക്കുന്നവനാണ് എന്ന് പല കുറി അവരോട് നൂഹ് നബി ഇസ്ലാം പറഞ്ഞു നോക്കി. അപ്പൊ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് നിങ്ങൾ മടങ്ങിയാൽ അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും, അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തും, മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തും എന്നൊക്കെ നൂഹ് നബി ഇസ്ലാം പറഞ്ഞു. അപ്പൊ ഭൂമിയിൽ ജീവിക്കാനുള്ള സകല സുഖ സൗകര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തയ്യാറാക്കി തരും എന്ന് നൂഹ് നബി ഇസ്ലാം പറഞ്ഞു. അപ്പൊ നൂഹ് നബി ഇസ്ലാമിയുടെ ആ നിരാശയുടെ വാക്ക് അള്ളാഹുവിനോട് പറയുകയാണ് നൂഹ് നബി ഇസ്ലാം ഈ ഒരു ആയത്തിൽ. അവസാനം സഹികെട്ട് ഇനി ദഅവത്ത് ചെയ്തിട്ട് രക്ഷയുമില്ല എന്ന് മനസ്സിലാവുകയാണ്. നൂഹ് നബി ഇസ്ലാം അവർക്കെതിരെ ദുആ ചെയ്തു അള്ളാഹുവിനോട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ട്, അവർ അവസരം നൽകിയിട്ടുണ്ട്. ആ ദുആ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അപ്പൊ ഓരോ പ്രവാചകന്മാരും അവരത് അവരുടെ സമൂഹത്തിന് വേണ്ടി എതിരെയോ അവർക്ക് വേണ്ടിയോ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഞാൻ അത് എടുത്തു വെച്ചേക്കുവാണ്, എന്തിന്, എന്റെ ഉമ്മത്തിന് ശഫാഅത്തിനായി വേണ്ടിയിട്ട് നാളെ ഖിയാമത്ത് നാളിലേക്ക് എടുത്തു വെച്ചേക്കുകയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസരമാണ് നൂഹ് നബി ഇസ്ലാം, ആ ഒരു ദുആയുടെ അവസരമാണ് നൂഹ് നബി ഇസ്ലാം ഈ ഒരു സ്വന്തം സമൂഹത്തിനെതിരെ ഇവിടെ ഉപയോഗിക്കുന്നത്. ദുആ ചെയ്യുകയാണ്, എന്താണ്, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ ഒരു കാഫിറിനെ നീ ഭൂമിയിൽ അവശേഷിപ്പിക്കരുത്. ഇന്നക ഇൻ തദർഹു, നീ അവരെ എങ്ങാനും ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ യുളില്ലു ഇബാദക, അവർ നിന്റെ അടിമകളെ പിഴപ്പിച്ചു കളയും. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, അവരുടെ മക്കളും കാഫിറീങ്ങളും തെമ്മാടികളുമായി. അപ്പൊ സമൂഹത്തിനെതിരെ നിരാശനായി അങ്ങേയറ്റം എത്തിയ അവസരത്തിൽ ആ സമൂഹത്തിനെതിരെ നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ദുആ സ്വീകരിക്കുകയാണ്. നൂഹ് നബി ഇസ്ലാമിന്റെ ആ ദുആ, നൂഹ് നബി ഇസ്ലാം അള്ളാഹു വഹീ നൽകുകയാണ്. എന്താണ്, ഇനി നിന്റെ സമൂഹത്തിൽ ആരും വിശ്വസിക്കുകയില്ല. ഈ കുറച്ച് ആളുകൾ, ആ 80 ആളുകൾ, അവർ മാത്രമേ വിശ്വസിച്ചുള്ളൂ, ഇനി ആരും വിശ്വസിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി ഇസ്ലാം അറിയിച്ചു കൊടുക്കുകയാണ്. അവർ ചെയ്തതോർത്ത് നീ നിരാശപ്പെടുകയും വേണ്ട. നൂഹ് നബി ഇസ്ലാമിനെ അള്ളാഹു സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു അടുത്ത വചനം പറയുകയാണ്, വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ, എന്താ,
കപ്പൽ നിർമ്മിക്കുക. ഇപ്പൊ ദഅവത്ത് കഴിഞ്ഞു, ആ സമൂഹത്തിന്റെ പ്രതികരണവും കഴിഞ്ഞു. അപ്പൊ അള്ളാഹുവിനോട് പരാതി ബോധിപ്പിച്ചു നൂഹ് നബി ഇസ്ലാം. അപ്പൊ അള്ളാഹു ആ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അപ്പൊ നൂഹ് നബി ഇസ്ലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. പിന്നെ നീ എന്നെ അഭിമുഖീകരിക്കരുത് നിന്റെ സമൂഹത്തിന്റെ വിഷയത്തിൽ. അള്ളാഹു ഒരു വാണി കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ കാണുമ്പോൾ നിന്റെ മനസ്സ് പതറരുത്. അപ്പൊ നീ അള്ളാഹു എന്റെ സമൂഹത്തിന് നീ ശിക്ഷ ഇളവ് കൊടുക്കണേ എന്ന രീതിയിൽ പിന്നെ നീ എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന് നൂഹ് നബി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ അക്രമം കാണിച്ചവരുടെ വിഷയത്തിൽ രണ്ടാമത് നീ എന്നോട് സംസാരിക്കാൻ പാടില്ല, അവർ മുക്കിക്കൊല്ലപ്പെടുന്നവരാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി ഇസ്ലാമിനെ അറിയിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ പിന്നെ ഒരു രക്ഷയുമില്ല, ആർക്കും തടുക്കാൻ കഴിയും. അപ്പൊ അത് വരുന്നതിന് മുമ്പ് സലാമത്താവാൻ നോക്കുക. അപ്പൊ നൂഹ് നബി ഇസ്ലാമിയുടെ കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അപ്പൊ കപ്പൽ നിർമ്മിക്കുന്ന സ്ഥലം ദിമഷ്കിലാണ്, അതായത് ഇന്നത്തെ ഡമസ്കസ്. അപ്പൊ അവിടെ നിന്നാണ് കപ്പൽ നിർമ്മിക്കുന്നത്. ഒരു വർഷം മുഴുവൻ നൂഹ് നബി ഇസ്ലാം കൃഷി ചെയ്തു വലിയ വലിയ മരങ്ങൾ. പിന്നെ ഒരു വർഷം മുഴുവൻ ആ മരങ്ങൾ പറിച്ച് ഉണക്കി ആ മരങ്ങൾ കൊണ്ടാണ്, അതിന്റെ പലകൾ കൊണ്ടാണ് നൂഹ് നബി ഇസ്ലാം കപ്പൽ നിർമ്മിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്താണ് വൈസ്നഇൽ ഫുൽക വകുല്ലമ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറു മിൻ ഖാല ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറു. അത് നൂഹ് നബി ഇസ്ലാം കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കെ ആ ഒരു സമൂഹത്തിന്റെ നേതാക്കൾ, നേരത്തെ കളിയാക്കിക്കൊണ്ടിരുന്ന ആ സമൂഹത്തിന്റെ നേതാക്കൾ, ആ മേലാളന്മാർ അതിലൂടെ ഇങ്ങനെ കടന്നുപോയി ഈ കപ്പൽ നിർമ്മിക്കുന്ന കണ്ടു. അപ്പൊ നൂഹ് നബി ഇസ്ലാം അവർ പരിഹസിക്കും. എന്താണ്, വല്ലാത്തൊരു അവസ്ഥയാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. നൂഹ് നബി ഇസ്ലാം അവർ പരിഹസിക്കും. അതായത് നിന്റെ നുബുവത്തും നബിയൊക്കെ വിട്ട് ഇപ്പൊ നീ ആശാരിപ്പണി തുടങ്ങിയോ എന്ന രൂപത്തിൽ അവർ നൂഹ് നബി ഇസ്ലാമിനെ പരിഹസിക്കും. അപ്പൊ നൂഹ് നബി ഇസ്ലാം തിരിച്ചു പറയും, ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നു, അതേപോലെ ഒരു ദിവസം ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കും. അപ്പൊ നൂഹ് നബി ഇസ്ലാം ആ രൂപത്തിൽ തിരിച്ചു മറുപടി പറയുകയാണ്. പിന്നീട് നമുക്ക് കാണാം വളരെ നിന്ദ്യമാകുന്ന ശിക്ഷ ആർക്കാണ് വരിക എന്നുള്ളത് കാണാം. അപ്പൊ നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷ ആരുടെ മേലാണോ വരിക എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാമെന്ന് നൂഹ് നബി ഇസ്ലാം ആ ഒരു മേലാളന്മാർക്കെതിരെ തിരിച്ചു മറുപടി പറയുകയാണ് ഈ ഒരു ആയത്തിലൂടെ. അപ്പൊ അങ്ങനെ കപ്പൽ നിർമ്മിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നു, അള്ളാഹു തീരുമാനിച്ച ആ ദിവസം എത്തുകയാണ്. അപ്പൊ വെള്ളം അടിച്ചു കയറാൻ തുടങ്ങുകയാണ്. നൂഹ് നബി ഇസ്ലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, എന്താണ്, എല്ലാ ഇനങ്ങളെയും മൃഗങ്ങളിൽ നിന്നും എല്ലാ ഇനങ്ങളെയും ഓരോ ഇനങ്ങളെ കപ്പലിൽ കയറ്റാൻ നൂഹ് നബി ഇസ്ലാമിനോട് അള്ളാഹു കൽപ്പിച്ചു. അപ്പൊ നിന്റെ കുടുംബത്തിൽ നിന്നും മുഅ്മിനീങ്ങളായ ആൾക്കാരെയും അതേപോലെ തന്നെ ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണകളെയും കപ്പലിൽ കയറ്റാൻ നൂഹ് നബി ഇസ്ലാമിനോട് കൽപ്പിക്കുകയാണ്. അപ്പൊ നൂഹ് നബി ഇസ്ലാമിന്റെ കൂടെ മുഅ്മിനീങ്ങളായിട്ടുണ്ടായിരുന്നത് വളരെ തുച്ഛം പേരാണ്, ആ 80ഓളം ആൾക്കാരായിരുന്നു. അങ്ങനെ എല്ലാവരെയും കപ്പൽ കയറ്റി. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം ആ കപ്പൽ എങ്ങനെ സഞ്ചരിക്കുമെന്നും അള്ളാഹുവിന്റെ ആ നിർദ്ദേശപ്രകാരം കപ്പൽ എവിടെ പോയി നിൽക്കുമെന്നൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വെസ്റ്റ് ബംഗാളിലെ ഉത്തർ ദിനാജ്പൂർ ജില്ലയിലെ അഹ്ലി ഹദീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ജമിയത്തുൽ ഇമാമുൽ അൽബാനി എന്ന അറബിക് സ്കൂൾ. അപ്പൊ അവിടെ കേരളത്തിൽ മുജാഹിദിന്റെ നമ്മൾ എല്ലാ വർഷവും ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി പിരിവ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിലവിൽ ആ ഒരു സ്ഥാപനത്തിൽ ഏകദേശം 1841ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ 165 പേർ അനാഥ കുട്ടികളാണ്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ആ ഒരു കോളേജിൽ തന്നെ ഹോസ്റ്റലുകളിൽ താമസിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള വലിയൊരു തുക ഓരോ വർഷം ആ കമ്മിറ്റിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം ഇതേ രൂപത്തിൽ റമദാൻ മാസങ്ങളിൽ നടത്തുന്ന ഈ ഒരു രൂപത്തിലുള്ള പിരിവുകളാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഏക വരുമാന മാർഗം. അപ്പൊ ആയതിലേക്ക് നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം നൽകി സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.